ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് മെയ് 24 ചേട്ടൻ്റെ ബർത്ത്ഡേ ദിവസത്തെയും മെയ് 25 എൻ്റെ ബർത്ത്ഡേ ദിവസത്തെയും തമ്മിലുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ മെയ് 24 അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഞങ്ങൾക്ക് ബർത്ത്ഡേക്ക് തന്ന ചിലവായിരുന്നു കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു പോവാണ്. അപ്പോൾ 24 ആയിരുന്നു മോൻ്റെ 4 മന്തും. അപ്പോൾ അതിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. വൈകിട്ടായപ്പോഴേക്കും അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ വന്നപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ പണ്ടായാലും ഞാൻ അമ്മ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരുന്ന കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. അതിനിപ്പോൾ ഒരു മാറ്റം വന്നിട്ടില്ല. ഇപ്പോഴും അതുപോലെ തന്നെ കാത്തിരിക്കും. അപ്പോൾ അമ്മ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും കേട്ടോ. പിന്നെ ഇത് എൻ്റെ ചേട്ടൻ തന്ന ഗിഫ്റ്റാണ്. ഇതല്ലാണ്ട് എനിക്ക് വേറൊരു ഗിഫ്റ്റും കൂടി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. പിന്നെ ഇതായിരുന്നു അന്നത്തെ ഫുഡ്. അപ്പോൾ ഇതൊക്കെ ചേട്ടൻ്റെ ഡോക്ടറുണ്ടല്ലോ, ഡോക്ടറുടെ വൈഫ് കൊടുത്തു വിട്ടതാണ് കേട്ടോ. ഈ കാണുന്ന ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ആൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് വേറെ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. പിറ്റേ ദിവസത്തേക്കും ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ഫംഗ്ഷൻ കൂടി നടക്കണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇത്രയും ഫുഡ് അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാത്തിനും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ്. അപ്പോൾ അതൊക്കെ കഴിച്ച ശേഷം പിന്നെ ഞങ്ങൾ വൈകിട്ടായപ്പോൾ കേക്ക് കട്ട് ചെയ്യണമെന്നായിരുന്നു ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല മഴയായിരുന്നു. കൊണ്ടുവരാനുള്ള പാടും എല്ലാം ആലോചിച്ചപ്പോൾ തോന്നി ചെറിയൊരു പീസ് കേക്ക് മേടിക്കാമെന്ന്. പിന്നെ ഇത് അമ്മ ഉണ്ടാക്കിയൊരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. ഇത് കസ്റ്റാർഡ് മാംഗോ എന്ന് പറയും. പിന്നെ എനിക്കൊരു ഡയറി മിൽക്ക് എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നതാണ് ഗിഫ്റ്റായിട്ട്. പിന്നെ ഇത് നമ്മൾ അമ്മാസ് നിന്ന് വാങ്ങിച്ചതാണ്. നല്ല റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു. അതൊരു പീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ഈ 2 പേരുടെയും ബർത്ത്ഡേ ഇപ്രാവശ്യം എങ്ങനെയാണ് പോയത്. സാധാരണ നമ്മൾ കേക്ക് കട്ടിങ്ങും എല്ലാ പരിപാടിയും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ആർക്കും ഒരു ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇത്രയും ലഡുവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യണ്ടെന്ന് വെച്ചു. ഇതൊക്കെ ഞാൻ തന്നെയാണ് ഇരുന്ന് കഴിക്കുക. ഇനി ഷുഗറൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ചേട്ടൻ എനിക്ക് തന്ന ഗിഫ്റ്റ്. സൈസ് ലാർജാണ്. റേറ്റ് വരുന്നത് 1200. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനത്തെ കളേഴ്സൊന്നും ഇല്ല. കൂടുതലും ഞാൻ ബ്ലാക്ക്, നേവി ബ്ലൂ അങ്ങനത്തെ ഷെയ്ഡ്സാണ് കൂടുതൽ എടുക്കുക. അപ്പോൾ ഇട്ടപ്പോഴും എനിക്കിഷ്ടപ്പെട്ടു. ചേട്ടന് ഞാനൊരു ഷർട്ടാണ് കേട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ചു കൊടുത്തിരുന്നു. ഇപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഞാൻ വാങ്ങിച്ചു കൊടുക്കാറ്, ഞാനായാലും ചേട്ടനായാലും. അപ്പോൾ ഞങ്ങളുടെ ബർത്ത്ഡേ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ.